നമസ്തേ. ഇന്ന് എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് ടീച്ചറമ്മയ്ക്ക് നിങ്ങളോട് എന്തൊക്കെയോ അല്ല, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറമ്മ അത് പറഞ്ഞു തന്നിട്ട് കഥ പറഞ്ഞു. ഓക്കെ, പറയാ അല്ലേ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുമല്ലേ? അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങള് ടീച്ചറമ്മ പറയുന്നത് ശ്രദ്ധിക്കണം. വെക്കേഷൻ അല്ലേ, അവധിക്കാലം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? നിങ്ങള് മൊബൈലും പിടിച്ചോണ്ട് ഓരോന്നും കണ്ടോണ്ടിരിക്കുമോ, അതോ വീട്ടില് അമ്മയൊക്കെ ഒന്ന് സഹായിക്കുമോ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതിന് വേർതിരിവൊന്നുമില്ല. അമ്മ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. പുട്ടാണെങ്കിൽ ശകലം തേങ്ങ തിരികെ കൊടുക്കാം, മാവമ്മ നനയ്ക്കുന്നത് നോക്കി നിൽക്കാം, ചായ ഇട്ടത് അച്ഛന് കൊണ്ടുവന്ന് കൊടുക്കാം. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ജോലികളിൽ ഈ വെക്കേഷൻ കാലത്ത് അമ്മയെ സഹായിച്ചാൽ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. നിങ്ങൾക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവും. ചെറുതായി മുറ്റം തൂത്ത് കൊടുക്കുക, തുണി അമ്മ നനച്ചു വെക്കുന്നത് എടുത്തു കൊണ്ടുവന്ന് അയയിൽ വിരിക്കുക, ഉണങ്ങി കഴിയുമ്പോൾ അതെടുത്ത് മടക്കി വെക്കുക, മുറിക്കകമൊക്കെ തൂത്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ? ഏതെങ്കിലും ഉപരിപഠനത്തിനോ പിന്നീട് വേറെ ജോലിയായിട്ടോ ഒക്കെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെക്കേഷന് ചെയ്യണം. നമ്മൾ നൃത്തം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും, ട്യൂഷനുകൾ കാണും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനിടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സമയങ്ങളിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഈ ചെറിയ ചെറിയ ജോലികളിൽ സഹായിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകും, നിങ്ങൾക്ക് നല്ലൊരു റിലീഫായിട്ട് തോന്നും. അപ്പൊ വേണമെങ്കിൽ ഒരു ദിവസം അമ്മ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വെച്ചാൽ ഇവരൊക്കെ ചെറിയ ചെറിയ അതെ, ഇപ്പൊ എല്ലാരും മാഗി നൂഡിൽസ് ഇങ്ങനെ ഇതൊക്കെ ആദ്യം 1-2 ദിവസം അമ്മ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാക്കാം. യൂട്യൂബിലെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ മുട്ട പൊരിക്കാൻ, ബുൾസ് ഉണ്ടാക്കാൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്കതൊക്കെ ഉപയോഗപ്രദമാകും. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ, മാതാപിതാ ഗുരു ദൈവം, 1-ാം സ്ഥാനം അമ്മയ്ക്കാണ്. അപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് തുടങ്ങാനായിട്ട് പോകുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മയുടെയോ അച്ഛന്റെയോ കാല് തൊട്ട് വന്നിച്ചിട്ട് പോകുന്നത് എപ്പോഴും അവരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അച്ഛനെ അമ്മയെ സ്നേഹിക്കുക, അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ എന്തെങ്കിലും ചെറിയ പിണക്കം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ പെരുമാറുക. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം, അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഖജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി മനസ്സിലാക്കുക, അതറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. അതെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുക. മുതിർന്നവരോട് ബഹുമാനത്തോടെ പെരുമാറുക. നമ്മളിപ്പോ ഒരു വഴിക്ക് ഇറങ്ങി പോകുന്നു, നമ്മളെ പരിചയമുള്ളവർ കാണുന്നു, അവരെ കണ്ടാൽ ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിക്കുക. അപ്പൊ അവരും തിരിച്ച് പുഞ്ചിരിക്കും. അതൊരു നല്ല കുട്ടിയാണ്, നല്ല മോനാണ്, അല്ലെ നല്ല മോളാണെന്ന് അവര് മനസ്സിൽ ചിന്തിക്കും. പ്രായമുള്ളവരെ ബഹുമാനിക്കുക. അച്ഛന്റെ അച്ഛനെയോ അമ്മയുടെ അച്ഛനെയോ അച്ഛന്റെ അമ്മയോ അച്ഛന്റെ അമ്മയുടെ അമ്മയോ ഒക്കെ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. അവരിൽ നിന്നുള്ള വാത്സല്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ അവരോട് പെരുമാറണം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് ചെറുപ്പകാലത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറാം, നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാം. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു ചുമതലകളും ഇല്ല, നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ള ഒരു ചുമതലയുള്ളൂ. അപ്പോ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടക്കാനുള്ള സ്വാതന്ത്ര്യം സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിങ്ങൾക്കുണ്ടാകും. അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടാക്കുക. അവിടെ ജാതി മതത്തിനോ പണത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കരുത്. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതാണ്.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എല്ലാ വീടുകളിലും ഒരു കുട്ടി, ആ പഴയ കാലത്താണെങ്കിൽ കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു വീട്ടിൽ ഒരാളിന് വയ്യാതെ വന്നു, ഇപ്പം പലരും അവരെ സഹായിക്കാനുണ്ടാവും. വീട്ടിൽ ആഹാരം വെക്കാൻ അമ്മയെ സഹായിക്കാൻ അനിയത്തിമാര് ചേട്ടത്തിമാര് അവരൊക്കെ ഉണ്ടാകും. ഏത് ഒരു വിശേഷം വരുമ്പോ എല്ലാവരും ഒത്തുകൂടും. സൗഹൃദപരമായ ഒരു ബന്ധം അതിൽ നിന്ന് ഉടലെടുക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം അണുകുടുംബങ്ങളാണ്. ഒരു മകൻ അച്ഛനും അമ്മയും, ഒരു മകൾ അച്ഛനും അമ്മയും. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മളിൽ സ്വാർത്ഥത നിറഞ്ഞു കൂടും. ഒരിക്കലും നമ്മൾ സ്വാർത്ഥത കൂടിയ ഒരു യുവാവോ യുവതിയോ ആയി മാറാൻ പാടില്ല. ഇവിടെയാണ് ടീച്ചർ പറഞ്ഞ ആ കാര്യം ഞാൻ ഓർമ്മിച്ചത്. പറഞ്ഞ സുഹൃത്തുക്കള് നമുക്ക് കൂടപ്പറപ്പുകൾ പോലെ ആവും. ഒരു കുട്ടി, അതായത് നമ്മൾ ഈ ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ഉള്ളവര് അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനം വീട്ടിലൊരു എക്സാമ്പിളാണ് ടീച്ചറമ്മ പറയുന്നത്, വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോ അത് നിങ്ങൾ നിവർത്ത് നോക്കുന്നു, 2 3 ഉണ്ട് എന്തെങ്കിലും ആവട്ടെ, ഒരു ജിലേബി 2 3 ജിലേബി അല്ലെങ്കിൽ ലഡു കഴിക്കാനുള്ള മറ്റെന്തെങ്കിലും ആഹാരം. എന്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും എന്നെങ്കിലും ചിന്തിക്കണം. അങ്ങനെയല്ലേ അത്രയും പേരല്ലേ ആ കുടുംബത്തിലുണ്ടാവും. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്, ഇത് ഞാൻ മാത്രം കഴിയും, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അല്ലാതെ ഇത് തന്നെ ആവണമെന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല ഒരു മകനോ നല്ല ഒരു മകളോ ആയി തീരാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ ടീച്ചറമ്മ ഇപ്പൊ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നേറുക. മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയില് അച്ഛനെ അമ്മയും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങള് അവരുടെ ബുദ്ധിമുട്ടുകള് നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ മനസ്സിലാക്കി വളർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പാകതയും പക്വതയും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ജീവിതത്തില് ഇനി ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് തരണം ചെയ്യാൻ കഴിയും. ഇനി അതെ, പെട്ടെന്ന് നിങ്ങള് അമ്പരന്ന് നിൽക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഗതികളും വരുമ്പോ അവിടെ തളർന്നു നിൽക്കാതെ നമുക്ക് മുന്നേറാനും ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് കഴിയുന്നതാണ്. അപ്പോ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അടുത്തത് ശൂർപ്പണഖ അംഗമാണ്. അതായത് ശൂർപ്പണഖയുമായിട്ടുള്ള യുദ്ധം. ശൂർപ്പണഖ അംഗം എന്നാണ് പറയുന്നത്. അതാണ് ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത്. അതായത് രാക്ഷസി, രാവണന്റെ സഹോദരി, ഖരന്റെ സഹോദരി. അപ്പൊ ഈ ശൂർപ്പണഖയ്ക്ക് വിദ്യുജിഹൻ എന്നൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, വിദ്യുജിഹൻ. ഈ വിദ്യുജിഹന് രാവണനും മറ്റ് രാക്ഷസന്മാരും വിദ്യുജിഹനും ഒക്കെ കൂടെ ദേവലോകത്ത് വെച്ച് വലിയ ഒരു യുദ്ധം ഉണ്ടായി. അപ്പൊ അതിനകത്ത് ആള് തെറ്റി വിദ്യുജിഹൻ മരണപ്പെട്ടുപോയി. അപ്പൊ തന്റെ സഹോദരിയായ ശൂർപ്പണഖയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ വരനായി തിരഞ്ഞെടുത്തുകൊള്ളുവാൻ രാവണൻ അനുമതി കൊടുത്തു. അങ്ങനെ ശൂർപ്പണഖ പല സ്ഥലത്തും അന്വേഷിച്ചു. ശൂർപ്പണഖയ്ക്ക് ഇഷ്ടപ്പെട്ടവരെ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവരിഷ്ടപ്പെടുന്നവരെ ശൂർപ്പണഖയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രാമലക്ഷ്മണന്മാരെ പറ്റി ശൂർപ്പണഖ അറിയുന്നത്. അത് മാത്രമല്ല, ശൂർപ്പണഖയുടെ മകനായ ശംഭുകുമാരനെ വധിച്ചത് ലക്ഷ്മണനാണ്. അപ്പൊ ലക്ഷ്മണനോട് ഉള്ളിലൊരു പക ശൂർപ്പണഖയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശൂർപ്പണഖ അതിസുന്ദരിയായിട്ട് വന്ന് ശ്രീരാമനും ലക്ഷ്മണനും താമസിക്കുന്ന പഞ്ചവടിയിലെ പർണശാലയിലേക്ക് വരുന്നു. പർണശാലയ്ക്കകത്ത് ശ്രീരാമൻ മാത്രമേ ഉള്ളൂ, പുറത്ത് ലക്ഷ്മണനും ഉണ്ട്. അപ്പോ ഈ സുന്ദരിയായ സ്ത്രീ അകത്ത് ചെന്ന് ശ്രീരാമനോട് പ്രണയപരവശയായി തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ താൻ വിവാഹിതനാണെന്നും തനിക്ക് ഭാര്യ ഉണ്ട്, കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് പറ്റില്ല, വെളിയിൽ നിൽക്കുന്ന ആളിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണന്റെ അടുത്തേക്ക് വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, അകത്ത് നിൽക്കുന്ന ആളാണ് അതിന് യോഗ്യൻ എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്നു. അങ്ങനെ അവര് രണ്ടുപേരും
ഒരു പരിധി വരെ തന്നെ കളിയാക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് സീതാദേവി അവിടെ വരികയും ചെയ്തു. അതിസുന്ദരിയായ സീതാദേവിയെ കണ്ടപ്പോ ശൂർപ്പണഖയ്ക്ക് വലിയ വൈരാഗ്യം വരികയും ഇവരെ തമ്മിൽ ഭിന്നിപ്പിക്കണമെന്ന് തോന്നുകയും ചെയ്തു. അപ്പോ ശ്രീരാമന്റെ സീതയുടെ ദാമ്പത്യം ഭിന്നിപ്പിച്ച് സീതയെ തന്റെ സഹോദരന് കൊടുത്താൽ ശ്രീരാമൻ ഒറ്റയ്ക്കാവും. ആ സമയത്ത് ശ്രീരാമനെ തനിക്ക് വരനായി ലഭിക്കും എന്നും ശൂർപ്പണഖ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ രാക്ഷസിയായിട്ട് അലറിപ്പാഞ്ഞ് ശ്രീരാമന്റെ അടുത്തേക്ക്, സീതയുടെ അടുത്തേക്ക്, ശ്രീരാമന്റെ അടുത്തേക്കല്ല സീതയുടെ അടുത്തേക്ക് ചെന്നപ്പോ ലക്ഷ്മണൻ തടഞ്ഞു. ആ ലക്ഷ്മണനെയും പൊക്കിക്കൊണ്ട് ആകാശത്തേക്ക് ശൂർപ്പണഖ പറന്നു. ആ സമയത്ത് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ 5 അംഗങ്ങളെ ഒന്നിച്ചു ഛേദിച്ചു. 5 ശരീര അവയവങ്ങള്, 2 ചെവി, 1 മൂക്ക്, 2 സ്തനം. അതോടുകൂടി മൂക്കിന്നും സ്തനത്തിന്നും ചെവിന്നും എല്ലാം ചോര ഒലിച്ച് ശൂർപ്പണഖ ആകാശത്തിലൂടെ പറന്നു. ആ സമയത്ത് ഈ വിവരമെല്ലാം അറിഞ്ഞ ഖരൻ 10,000-14,000 രാക്ഷസ സൈന്യങ്ങളെ ശ്രീരാമന്റെ ലക്ഷ്മണന്റെ അടുത്തേക്ക് വിട്ടു. ഈ രാക്ഷസപ്പടയെ മുഴുവനും ശ്രീരാമനും ലക്ഷ്മണനും കൂടി കൊന്നൊടുക്കി. ഇതിൽ കോപാകുലനായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് ഇങ്ങനെ 2-3 അതിഭയങ്കരന്മാരായ രാക്ഷസന്മാരുമായിട്ട് വന്ന് ശ്രീരാമനുമായിട്ട് യുദ്ധം നടത്തി. ആ യുദ്ധത്തിലും ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും ശ്രീരാമനും ലക്ഷ്മണനും കൂടി വധിച്ചു. അപ്പോ അവരെ കൊണ്ട് ശ്രീരാമനെ ലക്ഷ്മണനെയും തടഞ്ഞു നിർത്താൻ പറ്റിയില്ലല്ലോ. ഇതെല്ലാം അറിഞ്ഞ ശൂർപ്പണഖ അതിബുദ്ധിമതിയായി കരഞ്ഞു വിളിച്ച് രാവണന്റെ സന്നിധിയിലെത്തി. ലങ്കയിലെ രാജാവായ രാവണന്റെ സന്നിധിയിലെത്തി. കുബേരപുത്രനാണ് രാവണൻ. രാവണന്റെ സന്നിധിയിലെത്തിയിട്ട് പറഞ്ഞു, ലക്ഷ്മണൻ വളരെ വലിയ ശ്രീരാമൻ വളരെ വലിയ വീരനാണ്. ലക്ഷ്മണൻ അതിനേക്കാൾ വലിയ ശൂരനാണ്. അവർക്ക് അതിസുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, സീത എന്നാണ് അവളുടെ പേര്. എൻ്റെ സഹോദരനായ രാവണന് അവൾ പത്നിയായാൽ നന്നായിരിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് അവളെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു. അത് വളരെ സമർത്ഥമായിട്ട് അവതരിപ്പിച്ചു. അതുമല്ല, സ്ത്രീ സൗന്ദര്യത്തിന്റെ ഭാഗമായ സ്വന്തം സ്ഥലങ്ങളെ ഒക്കെ ലക്ഷ്മണൻ ഛേദിച്ചല്ലോ. അതിൽ തന്നെ ഭയങ്കരമായ ദുഃഖം ഉണ്ടായി. അപ്പോ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ രാവണനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രകോപിപ്പിച്ച് സീതയെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിന് താല്പര്യമെടുപ്പിക്കാനായിട്ട് ശ്രമിപ്പിച്ചു. അപ്പോ മക്കൾക്കൊക്കെ ശൂർപ്പണഖയുടെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശൂർപ്പണഖ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ രാവണന്റെ അടുത്തേക്ക് ചെന്നു. എല്ലാം പറഞ്ഞ്, അതായത് സീതയുടെ അഭൗമമായ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞു, വീരശൂര പരാക്രമികളായ ശ്രീരാമനെയും ലക്ഷ്മണനെയും പറ്റി പറഞ്ഞു. അതിനുശേഷം സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോന്നു കഴിഞ്ഞാൽ ശ്രീരാമൻ ആത്മാഹുതി ചെയ്യും, അതോടെ ലക്ഷ്മണനും ആത്മാഹുതി ചെയ്യും എന്ന് രാവണനെ ധരിപ്പിക്കുകയും കൂടി ചെയ്തു. അപ്പോ സീതയെ കൊണ്ടുവരണം എന്നുള്ള ആ അതിയായ മോഹം രാവണന്റെ മനസ്സിലുണ്ടായി. അപ്പൊ അത് നമുക്കിനി അടുത്ത എപ്പിസോഡിലേക്ക്. അപ്പൊ ഈ ഭാഗം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടു അല്ല എല്ലാവർക്കും. അടുത്ത ഒരു കഥയുമായിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് ടീച്ചറമ്മ വരും. നമസ്തേ.